നമ്മുടെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് ഒരു പ്രത്യേകതയുണ്ട്. തൊഴുകൈയുമായിട്ട് ഭക്തിയോടെ മുൻപിൽ വരുന്ന ആരെയും കൈവിട്ട ചരിത്രമില്ലത്രേ മൂപ്പര്. പിന്നെ ഇതാരും പറഞ്ഞതല്ല. എന്റെ അനുഭവമാണ് ട്ടോ. ഇതിപ്പോ ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടേല് ഇത്തിരി പരീക്ഷണമൊക്കെ പറഞ്ഞിട്ടുള്ളതാ. ഇനി ലേശം തളർന്നാലും ആർക്കും നമ്മളെ അങ്ങനെ തകർക്കാനോ തോൽപ്പിക്കാനോ ഒന്നും അവിടുന്ന് വിട്ടുകൊടുക്കൂല. 4 കാലിലേ നമ്മളൊക്കെ വീഴുള്ളൂന്നേ. പാൽപ്പായസം ദാ അവിടെ വല്ലാത്തൊരു കൊതിയാണെങ്കില് ഇനി മറക്കാതെ ത്രിമധുരവും തൃക്കൈവെണ്ണയും ഒക്കെ കഴിപ്പിച്ചോളൂ. വെണ്ണ കട്ടതിന് ആരും ഇനി ഭഗവാൻ കൃഷ്ണനെ തെറ്റ് പറയത്തില്ല. കളഭത്തിനും 12 വർഷം കൂടിയുള്ള പള്ളിപ്പാനയ്ക്കും ശേഷം ഇനി 6-ന് അവിടെ ഉത്സവം കൊടിയേറുന്നുണ്ട്. അപ്പൊ എന്തായാലും അവിടെയൊക്കെ വെച്ച് നമുക്ക് കാണാം. പിന്നെ കുശലം പറഞ്ഞിരിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരും പഴമൊക്കെ തിന്ന് സൈഡിലായിട്ട് ഇങ്ങനെ മയങ്ങുന്ന കണ്ണൻ കാളയും പിന്നെ ദാ 4 കാലുള്ള ഒരു നാരായണനും കൂടി ഇന്ന് എന്റെ കൂടെ പ്രസാദം ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു ട്ടോ. സാധാരണ രീതിയിൽ തന്നെ നമ്മൾ വഴിപാട് കഴിക്കുന്നിടത്ത് പോയിട്ടുണ്ടെങ്കില് തൃക്കൈവെണ്ണയ്ക്കും ത്രിമധുരത്തിനുള്ള റെസിപ്പി നമുക്ക് കിട്ടും. പിന്നെ പാൽപ്പായസത്തിനായിട്ട് നമ്മൾ ക്യൂ നിൽക്കുക തന്നെ വേണം. അധികം ചടപ്പൊന്നും ഉണ്ടാവില്ല. വെറുതെ നടക്കാൻ തന്നെ ഭയങ്കര രസാ അവിടെ.